72-ാം പേജിൽ അബൂ ശാമ റഹിമഹുള്ള വീണ്ടും അബുൽ ഖത്താബിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വദക്കറ അബുൽ ഖത്താബ് ഫി കിതാബി അദായിമ വജബ. റജബ് മാസത്തിന്റെ പ്രത്യേകതകളായി ഉദ്ധരിക്കപ്പെട്ട കള്ള ഹദീസുകളെ വിശദീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രന്ഥത്തിൽ സനദിയില അബീ ബക്കർ മുഹമ്മദ് ബിൻ ഹസൻ അൽ മുക്രി അൽ മുഫസ്സിർ അൽ മുസ്ലി അൽ മഅറൂഫ് ബിൻ നഖാഷ് എന്നറിയപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് കാല ആ നഖാഷ് പറഞ്ഞു, ഹദ്ദസന അബൂ അഹ്മദ് ബിൻ അബ്ബാസ് തിബ്രി, ഹദ്ദസന കിസായി, ഹദ്ദസന അബൂ മുആവിയ, ഹദ്ദസന അൽ-അഅമശ് അൻ ഇബ്രാഹിമ അൻ അൽഖമ. ഇങ്ങനെ ഒരു സനദോടുകൂടെ അൻ നബി സയ്യിദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റജബുൻ ഷഹ്റുല്ലാഹി, റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ഷാബാൻ ഷഹ്രി, ഷാബാൻ എന്റെ മാസമാണ്, റമദാൻ ഷഹ്റു ഉമ്മത്തി, റമദാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്, ഫമൻ സാമ റജബ. എന്നിട്ട് റജബ് മാസത്തിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് റജബിലെ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ മഹത്വമാണ് ഇവിടെ വിശദീകരിച്ചത്. നേരത്തെ നാം വിവരിച്ച സലാത്തുർ റഗായിബിന്റെ ഹദീസ് അല്ലാത്ത മറ്റൊരു ഹദീസ് റജബിന്റെ മഹത്വം വിശദീകരിക്കുന്നതായി ഈ ഹദീസിന്റെ ഭാഗമായി നഖാഷ് കൊണ്ടുവന്നു. ഖാല അബുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, ഹാദാ ഹദീസുൻ മൗദൂൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ചതാകുന്നു. വന്നഖാഷു ഹാദാ, ഈ നഖാഷ് ഹുവ മുഅല്ലിഫു കിതാബി ശിഫാഉ സുദൂർ, ശിഫാഉ സുദൂർ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ഇയാൾ. വഖദ് മല അക്സറു ബിൽ കദിബി വസൂരി, ആ ശിഫാഉ സുദൂർ എന്ന ഗ്രന്ഥത്തിൽ കൂടുതലും അദ്ദേഹം കളവുകളും കെട്ടിച്ചമച്ചതും നിറഞ്ഞിരിക്കുന്നു. ഖാല ഖതീബുൽ ഹാഫിദ് അബൂബക്കർ ഇബ്നു സാബിത്ത്, ഹാഫിദ് അബൂബക്കർ ഇബ്നു സാബിത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ബൽഹു ശഖാഉ സുദൂരി, ഇയാള് പേരിട്ടത് ശിഫാഉ സുദൂർ എന്നാണെങ്കിലും അത് ഹൃദയങ്ങളുടെ പരാജയം എന്നർത്ഥം വരുന്ന ശഖാഉ സുദൂർ എന്നാണ് നാം വിളിക്കേണ്ടത്. വദക്കറ കലാമൻ നാസിഫി നഖാഷ്, അതോടൊപ്പം ബഹുമാനപ്പെട്ടവർ നഖാഷിനെ സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. വത്തിഹാമഹും ലഹു ബിൽ വദഈ, ഇദ്ദേഹം ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് എന്ന ജനങ്ങളുടെ തെറ്റിദ്ധാരണയെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. ഖാല തൽഹത്ത് ബിൻ മുഹമ്മദ് ബിൻ ജാഫർ അൽ ഹാഫിദ്, തൽഹത്ത് ബിൻ മുഹമ്മദ് എന്ന പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, കാനൻ നഖാഷി യക്തിബു, നഖാഷി കളവ് പറയാറുണ്ടായിരുന്നു. ഖാല ഇമാം അബൂബക്കർ അൽ ബുർഖാനി, അബൂബക്കർ അൽ ബുർഖാനി പറഞ്ഞിട്ടുണ്ട്, കുല്ലു ഹദീസി മുങ്കർ, നഖാഷ് ഉദ്ധരിച്ച സർവ്വ ഹദീസുകളും തള്ളപ്പെടേണ്ടതാകുന്നു. ഖാല വഖദ് വദഅ ഫീ ഹാദൽ ഹദീസ് കിസായി, ഇവിടെ കിസായി എന്ന ഒരു പേരും കൂടി ഇയാൾ വെച്ചിട്ടുണ്ട്. വലാ യഅരിഫു അഹദു മിൻ ഖൽഖില്ലാഹി തആല, അങ്ങനെ ഒരാളെ ലോകത്ത് ഒരാൾക്കും അറിവില്ല. കലിമാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകങ്ങൾ മുനസ്സഹത്തുൻ ഹാദ തഖ്ലീതി വ തജാസി ഫിൽ ജസായി അലൽ അമാൽ മിൻ ഗൈരി തഖ്രീരി യഷ്ഹദു ബിൽ കിതാബിൽ അസീസ് വ സുന്നത്തു സാബിത. പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തുകളുടെയും വ്യക്തമായ വിവരണങ്ങളില്ലാതെ വെറുതെ കുറെ പ്രതിഫലങ്ങൾ നീട്ടിപ്പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്നും നാം കാണാത്ത ഒരു സ്വഭാവമാണ്. ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വകദാലിക വദു അംർ ബിൻ അസ്ഹർ ഫീഹി ഹദീസ്, റജബ് മാസത്തിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് അംർ ബിൻ അസ്ഹർ എന്നൊരാളും ഒരു ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. വറവാഹു ബിദാമിഹി, അയാളുടെ വാദം അനുസരിച്ച് ഈ ഹദീസിനെ ഉദ്ധരിച്ചത് അൻ അബാനിനെ തൊട്ടാണ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാമ സലാസത അയ്യാമിൻ മിൻ റജബിൻ, റജബ് മാസത്തിൽ 3 ദിവസം ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ വലിയ പ്രതിഫലം വിവരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ഹദീസ്. അബാനു ഹാദ, ഈ അബാനെ സംബന്ധിച്ചാണ് ഹുവല്ലദീ ഖാല ഫീ ശുഅബ റഹിമഹുല്ലാഹ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്, ലഅൻ അസ്നിയ, ഞാൻ വ്യഭിചരിക്കുന്നതാണ് അഹബ്ബു ഇലയ്യ മിൻ ഹദീസ് അൻ അബാൻ ബിൻ അബി അയ്യാഷ്, അബാൻ ബിൻ അബി അയ്യാഷിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം വ്യഭിചാരമാണ്, അഥവാ വ്യഭിചാരത്തെക്കാളും വലിയ കുറ്റമാണ് അദ്ദേഹത്തിന്റെ ഹദീസുകൾ ഉദ്ധരിക്കുന്നത് എന്ന്. ഖാല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അംർ ബിൻ അസ്ഹർ ബസ്രിയിൽ ഖാദി ജോർജാനിലെ ഖാദിയായ അംർ ബിൻ അസ്ഹർ എന്ന് പറയുന്ന ആള് കാന യലൗൽ ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളായിരുന്നു. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ ചില സാധാരണക്കാരായ ആളുകൾക്ക് സംശയമുണ്ടാകും, അദ്ദേഹം ഉസ്താദല്ലേ, വലിയ പണ്ഡിതനല്ലേ, കുറെ ആളുകൾ അംഗീകരിക്കുന്ന വ്യക്തിയല്ലേ, അദ്ദേഹം കളവ് പറയുമോ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെ ആണ് എന്ന് എന്നെ പോലെയുള്ള ആളുകൾ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വലിയ തലപ്പാവ് ധരിച്ച കുറെ ദർസ് നടത്തുന്ന കുറെ മഹലുകളുടെ ഖാദിയായ കുറെ ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കുകയോ ജനങ്ങളെ കബളിപ്പിക്കുകയോ ചെയ്യുമോ എന്നൊക്കെ സാധാരണക്കാരായ പലരും സംശയിക്കാറുണ്ട്, ചിലരൊക്കെ നേരിട്ട് ചോദിക്കാറുമുണ്ട്. എന്നാൽ ഇവിടെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു പറയുന്നത്, അംർ ബിൻ അസ്ഹർ എന്ന് പറയുന്ന ആള് ജോർജാനിലെ ഖാദിയാണ്, അയാളെ കുറിച്ചാണ് പറയുന്നത്, കാന യലൗൽ ഹദീസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു. വഖാല നസായി,
ഇമാം നസായി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ട് മത്രൂഖുൽ ഹദീസ്, അംർ ഇബ്നുൽ അസ്ഹർ എന്ന ആൾ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. കാല അബൂ ഹാത്തിം ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് കാല യളൗൽ ഹദീസ് അല സിഖാത്തി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസ്തരായ ആളുകളെ പറ്റി അദ്ദേഹം ഹദീസുകൾ കെട്ടിച്ചമക്കാറുണ്ട്. അനിൽ അസ്മാത്തി, നല്ല സ്ഥിരതയുള്ള സുബൂത്തായ ലോകം അംഗീകരിക്കുന്ന ആളുകളുടെ പേരിൽ മൗദൂആയ ഹദീസുകൾ അയാൾ ഉദ്ധരിക്കും. ലായഹില്ലു ദിക്റുഹു ഇല്ലാ ബിൽ ഖദഇ ഫീ, അദ്ദേഹത്തിന്റെ ഹദീസുകളൊക്കെ പറയുമ്പോൾ അതിന്റെ തകരാറുകൾ വിവരിച്ചുകൊണ്ടല്ലാതെ പറയാൻ തന്നെ പാടില്ല. ഖാല ദാറുഖുത്നി, ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാഹ് പറഞ്ഞത് ഹുവ കസ്സാബുൻ, അംർ ഇബ്നുൽ അസ്ഹർ ബസ്രി എന്ന് പറയുന്ന ആളെ വല്ലാതെ കളവ് പറയുന്ന ആളായിരുന്നു. ഖാല അബുൽ ഖത്താബ് പറയുന്നു വഅസ്ഹാബു അഹ്മദ്, അഹ്മദ് ഇമാമിന്റെ ചില ശിഷ്യന്മാർ യഹ്തജൂന ബിൽ അഹാദീസ് അല്ലതി റവാഹ ഫീ മുസ്നദിഹി, അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ചില ഹദീസുകളൊക്കെ തെളിവ് പിടിച്ചുകൊണ്ട് അഹ്മദ് ഇമാമിന്റെ ശിഷ്യന്മാർ ചില ഹുക്കുമുകൾ പറയാറുണ്ട്. വഅക്സറുഹാ ലാ യഹില്ലുൽ ഇഹ്തിജാജു ബിഹാ, മുസ്നദ് അഹ്മദിലുള്ള ധാരാളം ഹദീസുകൾ നമുക്ക് ശർഈയായ വിഷയങ്ങൾക്ക് തെളിവായി പിടിക്കാൻ പറ്റില്ല. വഇന്നമാ അഖ്റജഹൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസുകളൊക്കെ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ചത് ഹത്താ യൂറഫൽ ഹദീസു മിൻ ഐന മഖ്റജുഹു, ഈ ഹദീസൊക്കെ വന്നത് എവിടെ നിന്ന് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം വിഷയങ്ങൾ പറയാനോ ഹുക്കുമുകൾ സ്ഥിരപ്പെടുത്താനോ അല്ല. വൽ മുൻഫരിദു ബിഹി അദലുൻ അം മജ്റൂഹുൻ, ഈ ഹദീസ് ഉദ്ധരിച്ച ആളുകളൊക്കെ നീതിമാനാണോ അല്ല നാം തള്ളേണ്ട ആളുകളാണോ എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. വലാ യഹില്ലു അൽ ആനൽ മുസ്ലിമിൻ ആലിമിൻ, വിവരമുള്ള ഒരു മുസ്ലിമിനും അനുവദനീയമല്ല അയ്യദ്കുറ ഇല്ലാമാ സഹ, സ്വഹീഹായ ഹദീസുകളല്ലാതെ ജനങ്ങളോട് പറയാൻ. സ്വഹീഹ് അല്ലാത്ത ഹദീസുകൾ ഒരാൾ ഉദ്ധരിച്ചാൽ അവൻ ഇരുലോകത്തും പരാജയപ്പെട്ടു പോകും. അത് നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടല്ലേ, ആളുകളെ കൊണ്ട് നല്ലത് ചെയ്യിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കള്ള ഹദീസുകളും വൈഫായ ഹദീസുകളും ഒക്കെ ജനങ്ങളോട് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അവൻ ഇരുലോകത്തും പരാജയപ്പെട്ടു പോകുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഹിമാ സഹാൻ സയ്യിദ് സഖലൈനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്വഹീഹായി വന്നതിനു വേണ്ടി അന്നഹു ഖാല മൻ ഹദ്ദസനി ബി ഹദീസിൻ യുറാ അന്നഹു കദിബുൻ വഹുവ അദുൽ കദിബീൻ, കളവാണെന്ന് അഭിപ്രായമുള്ള ഏതെങ്കിലും ഒരു ഹദീസ് എന്നെ തൊട്ട് ആരെങ്കിലും ഉദ്ധരിച്ചാൽ ആ ഉദ്ധരിച്ച ആളും കളവ് പറയുന്നവരാകുന്നു, അപ്പോൾ അവനും നരകത്തിലെ സീറ്റ് ഉറപ്പാകുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉറപ്പിച്ചതുപോലെ സ്വഹീഹ് അല്ലാത്ത ഒരൊറ്റ ഹദീസും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാമിന്റെ കാലത്തും അവരുടെ ശേഷം താബിഈങ്ങളുടെ കാലത്തും സഹാബത്തുൽ കിറാമിന്റെ പേരിൽ പോലും കള്ള ഹദീസുകൾ പറയുന്ന ആളുകൾ ജീവിച്ചിട്ടുണ്ട് എന്നും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഇവിടെ വിവരിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാലത്ത് പല ആളുകളും അവരവരുടെ താല്പര്യത്തിന് വേണ്ടി പല വിഷയങ്ങളും പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി അധികാരം നിലനിർത്താൻ വേണ്ടി നേതൃസ്ഥാനത്തിന് വേണ്ടി പറയുന്ന കളവുകളൊക്കെ അവർ കളവ് പറയുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഇവിടെ ഉണർത്താനുള്ളൂ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും കാണിച്ചു തന്ന മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ച് സ്വർഗം ഉറപ്പാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞവരുടെ കൂടെ കൂടി നരകത്തിലെ സീറ്റ് ഉറപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും ശ്രമിക്കുന്നത് അവരവരുടെ ആഖിറത്തിന് നല്ലതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ.